ഇനി ശിരൂരിലേക്കാണ് ദിവസങ്ങളായി തുടരുന്ന വേദനയുണ്ട്. ശിരൂരിലെ രക്ഷാദൗത്യം ഇപ്പോൾ ഏറ്റവും പുതിയ ഘട്ടത്തിലെ രക്ഷാദൗത്യം 6ാം ദിവസവും തുടരും. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും തിരച്ചിലിന് നാവികസേന അംഗങ്ങളടക്കം അല്പസമയത്തിനകം എത്തും. ഉത്തര കന്നഡ ജില്ലയിലെ പല ഭാഗത്തും ശക്തമായ മഴയാണ്. മേജർ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ സ്പോട്ടുകളിലാണ് ഇന്നും പരിശോധന നടക്കുക. ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, എന്താണ് ഈ ഘട്ടം? ഇത്രയും നാളുകളായിട്ടും നല്ല വർത്തമാനം വരുന്നില്ല, ശുഭസൂചകമായ വാർത്തകൾ വരുന്നില്ല. ആൾ രക്ഷപ്പെട്ടിരിക്കാനുള്ള സാധ്യത എത്രത്തോളം എന്ന് കണ്ടറിയണം. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രദീപിള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ വലിയ പ്രതീക്ഷയോട് തന്നെയാണ് എല്ലാവരും കാത്തിരുന്നത്. ഇന്ന് 6 ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ തിരച്ചിൽ നടക്കുന്നത്. നമുക്കറിയാം, ഉത്തരമേഖല കന്നഡ ജില്ലയിലൊക്കെ തന്നെയും കാലാവസ്ഥ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യമാണുള്ളത്. അത്തരത്തിൽ മഴ തുടരുകയാണെങ്കിൽ ഈ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരുമെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചത്. എന്നാലും താൽക്കാലികമായി നിർത്തിവെച്ചാൽ കൂടിയും പിന്നീട് തിരച്ചിൽ നടക്കുമെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചത്. നിലവിൽ അർജുൻ്റെതായ ലോറിയുടെ ഭാഗങ്ങളായി നിലവിൽ ലഭ്യമായിട്ടുള്ളത് ക്രാഷ് കാർഡും കയറും മാത്രമാണ് എന്ന സ്ഥിരീകരണമാണ് നിലവിൽ വരുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും അവിടുന്ന് ഒരു എല്ലിന്റെ ഭാഗങ്ങളൊക്കെ തന്നെയും കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അതൊരു മൃഗത്തിൻ്റെതാണ് എന്നൊരു സ്ഥിരീകരണമൊക്കെ നിലവിൽ വന്നിരുന്നു. ബാക്കി വാഹനങ്ങളുടെ ഒക്കെ തന്നെയും ലോഹഭാഗങ്ങൾ ലഭ്യമാകുന്നുണ്ടെങ്കിലും ഈ അർജുന്റെ ലോറിയുടേത് എന്ന് സ്ഥിരീകരിക്കുന്ന യാതൊരു വസ്തുക്കളും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നതാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല, നേരത്തെ ഇവർ മാർക്ക് ചെയ്ത CP4, CP3 എന്നീ സ്ഥലങ്ങളിൽ തന്നെയാണ് തിരച്ചിൽ നടക്കുന്നത്. ഇന്നും ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും തിരച്ചിൽ നടക്കുക എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രദീപിള്ള.